ഹലോ ഗായ്സ്, വിസോഫ്റ്റ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അങ്ങനെ നമ്മളെ വിസോഫ്റ്റിന്റെ ഫാമിലി കാത്തിരുന്ന നമ്മളെ ഭാഷ ഡെലിവറിക്ക് വേണ്ടി അവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. നമ്മളെ വണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷ് ചെയ്ത് വണ്ടിയുടെ അടുത്തോട്ട് ഇതാ പോവുകയാണ്. കണ്ണൻ ചേട്ടൻ, വിനയ് ചേട്ടൻ, ലല്ലു ചേട്ടൻ എല്ലാവരും ആയിട്ടുണ്ട്. ഞാനും കണ്ണൻ ചേട്ടനും പുതിയ ഡ്രസ്സ് എടുത്ത്, ബാക്കി രണ്ടെണ്ണം നല്ല ഡ്രസ്സ് വാങ്ങാൻ പറഞ്ഞു കേൾക്കണില്ല. ഈ 10 ദിവസം വരെ നമ്മള് ഒരു അനിയനും ചേട്ടനെ പോലെ അടിച്ചു പൊളിച്ച് അത് പറയാതിരിക്കാൻ വയ്യ. ഇനി മുതൽ താക്കോല് വാങ്ങുന്ന ഇന്ന് മുതൽ നമ്മള് ഡ്രൈവർ, ഓണർ, കിളി ആ ലെവലിൽ അങ്ങ് പോകും. അല്ലേ? അതല്ലേ ശരി? ഇല്ല, അതിന്റെ ആവശ്യം എന്നാലും നടക്കില്ല. ഈ നിന്ന 10 ദിവസവും നമ്മള് അത്രയും അറുമാദിച്ച് കാഴ്ച, അത്രയും അറുമാദിച്ച് ഇന്ന് അത്രയും നല്ല സന്തോഷത്തോടെ നമ്മളെ വണ്ടീനെ നമ്മൾ എടുത്തിട്ട് വരാൻ പോവുകയാണ്. ഇന്ന് തൊട്ട് നിരത്തിൽ നമ്മളെ ഭാഷ ഇറങ്ങുകയാണ്. എല്ലാവരെയും നമ്മളെ വ്ളോഗ് കാണണേ, നമ്മളെ ഫാമിലി ഇഷ്ടപ്പെടുന്ന എല്ലാവരെയും അനുഗ്രഹം വേണം നമുക്ക്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് വണ്ടി എടുത്തോട്ട് പോവാം. അപ്പം നമ്മൾ ആട്ടോ പിടിച്ച് നേരത്തെ പോവുകയാണ്. ഞാൻ ലല്ലു ചേട്ടനും നമുക്ക് കണ്ണൻചേട്ടൻ ഒരു പണി എന്നൊക്കെയാണ് വണ്ടിയിലിടാനുള്ള ഹാരം വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നേരിയതും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരത്തെ ഇതാ വാങ്ങിച്ച് ആ കവറിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. പുകയും മറ്റേ പച്ച കളർ നീല കളർ പുകയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒക്കെ ആയിട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള പ്ലാനിൽ എല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു ഓട്ടോ പിടിക്കണം. ആട്ടോനെ പിടിച്ചാലൊന്നും കിട്ടൂല. ഇവിടെ ആട്ടക്കാരന്മാർക്ക് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് ഗായ്സ്. ആട്ടൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് ഒരു ആട്ടോ തരട്ടെ. അപ്പോൾ ഗായ്സ്, അപ്പം നമുക്കൊരു ഓട്ടോ കിട്ടി. നമ്മൾ നേരെ ഹാരമൊക്കെ വാങ്ങാൻ പോയിട്ട് നേരെ വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ്. ഹായല്ല, നല്ല ഹാരം നോക്കി വാങ്ങണം. നല്ല മുല്ലപ്പൂവിൻ്റെ ഒക്കെ മണം. 200 ഗുണമാണ് തന്നത്. 200 ഗുണയ്ക്ക് മാല വാങ്ങാം. 200 ഗുണയ്ക്കുള്ള നല്ല മണമുള്ള മാല വാങ്ങണം. ഓക്കെ, ഭാഷയ്ക്ക് ഇഷ്ടപ്പെടണം. അപ്പം ഇന്നോട്ട് നിങ്ങളാണ് ഭാഷേനെ പൊന്നുപോലെ നോക്കാനുള്ളത്. തങ്കക്കുടം പോലെ നമ്മളെ വണ്ടീനെ നോക്കിക്കോണം കേട്ടല്ലോ. എങ്ങനെ തങ്കക്കൂടം പോലെ നോക്കും. അതാണ് തങ്കക്കുടം പോലെ. പക്ഷേ എൻ്റെ ചേട്ടൻ ഒരു പേടത്തൂറിയാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും വയ്ക്കും ഒരു അങ്ങനെയൊക്കെ വരണത്. ഭാഷയിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ. ചേട്ടനോട് നമ്മൾ കിടന്ന് സംഭവം എന്തോന്ന് കേട്ടാ അതിനെ പറയണത്, നമ്മൾ ലേലം വിളിച്ച് നമ്മൾ റേറ്റൊക്കെ പറഞ്ഞ് സെറ്റാക്കി ഓട്ടോയിൽ പോവുകയാണ്. ഇവിടെ നമ്മൾ ഓട്ടോ കയറിയിട്ട് നമ്മൾ ആദ്യം റേറ്റ് പറഞ്ഞ് തന്നെ ഓട്ടോ വിളിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ഒരു കൂടുതൽ വാങ്ങും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ നമ്മളാ ബാംഗ്ലൂരും ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നൈസ് സർവീസിൻ്റെ വണ്ടിയാണ് അടുത്ത് നിൽക്കുന്നത്. അതായിട്ട് അങ്ങനെ നമ്മൾ പൂക്കടയിൽ നിന്ന് പൂവെല്ലാം വാങ്ങി പൂവും ഇനി വണ്ടിയിൽ കെട്ടി നിർത്താനുള്ള നാടൻ എല്ലാം അവർ നല്ല ലാഭത്തിലാണ്. പാവം നല്ല പക്ക. അപ്പോൾ ഗായ്സ്, നമ്മളെ ഭാഷ നമ്മളെ ഫ്രണ്ടിലുണ്ട്. ഭാഷനെ കാണിക്കാം. ഭാഷയിൽ നേരിയതും കാര്യങ്ങളും എല്ലാം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, നമ്മളെ ഭാഷ പൂജയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് വണ്ടി. ഹാരമൊക്കെ കണ്ടില്ലേ, നല്ല ചേട്ടൻ നേരിയതൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കൊമ്പിൽ. ഭാഷ ഭാഷയുടെ സൈഡ് ലുക്ക് കാര്യങ്ങളെല്ലാം വഴിയെ കാണിക്കാം. ജസ്റ്റ് ഞാൻ നമ്മളെ ചെറുക്കനെ കാണിച്ചു തന്നതുകൊണ്ട് 4 ചുറ്റും ഒന്ന് ഓടിച്ച് പെട്ടെന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ ബാക്ക് പെയിൻറ്റ് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അധികം കളറൊക്കെ വാരി അടിക്കാൻ നമുക്ക് താല്പര്യമില്ല. സിമ്പിളായിട്ട് നിർത്താനാണ് ഇഷ്ടം. നമ്മൾ അവിടുത്തെ നിയമം വെച്ച് ഫുൾ വൈറ്റാണ്. അപ്പം അതിൽ സിമ്പിളായിട്ട് ഒരുപാട് അലുക്കുലുക്ക് പണികളൊന്നും കാണിക്കാതെ സിമ്പിളായിട്ട് നടത്തും. അലോയ്യൊക്കെ എങ്ങനെയുണ്ട്? അലോയ്യല്ലേ, വീൽക്കപ്പ് അതിൽ കൊടുത്ത മോഡൽ എങ്ങനെയുണ്ട്? ഇതൊക്കെ നമ്മളെ മുതലാളിയാണ്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് മുതലാളിയുടെ ഇഷ്ടത്തിനാണ് ഇതിൽ പെയിൻ്റ് അടിച്ചത്. അപ്പം അകത്ത് ഇവിടെ നിന്ന് അവർ ചെറിയ സിസ്റ്റമൊക്കെ തന്നെ ഒരു പാട്ടൊക്കെ ഇട്ടൊക്കെയാണ്. നമ്മൾ നല്ല ലേറ്റായി, ഏകദേശം 9:30 മണിയാവാൻ പോവാണ്. 9:30 മണിയാവാൻ പോവാണ്. നമ്മൾ ഇത്രയും നേരമായിട്ട് നമ്മൾ വണ്ടി ഇറങ്ങിയില്ല. പണികളൊക്കെ എല്ലാം ഇന്ന് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ചെയ്ത് ഇറങ്ങിയപ്പോൾ ഇത്രയും താമസിച്ചതാണ്. വണ്ടിയിൽ പൂജ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
നീലക്കാടിനു മുകളിലെ നീലിമലയുടെ നെറുകയിൽ നിത്യതാപസനേ നീ എന്നയ്യനയ്യപ്പൻ. പഴമൊഴികൾ ചൊല്ലിയ കഥയിലെ ഹരിഹരനു നൽകിയ സുകൃതമേ സ്വാമി. നീലക്കാടിനു മുകളിലെ നീലിമലയുടെ നെറുകയിൽ നിത്യതാപസനേ നീ എന്നയ്യനയ്യപ്പൻ. താക്കോലിന് കണ്ണഞ്ചാന്റെ കയ്യിൽ കൈമാറിയാണ് നമ്മുടെ വണ്ടി. ഇനി കണ്ണൻ ചേട്ടൻ സുരക്ഷിതമായിട്ട് വണ്ടീനെ മുന്നോട്ട് നോക്കാനായിട്ട് ലല്ലോന്റെ കയ്യിൽ വണ്ടീനെ ഏൽപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ചാലുവിന്റെ താക്കോൽ സുരക്ഷിതമായിട്ട് വണ്ടീനെ ഏൽപ്പിക്കുകയാണ് ലല്ലോണ്ണന്റെ കയ്യിൽ. പമ്പയ്ക്കൊരു സായുജ്യം എന്നെന്നും പൈതൽ കാടിൻ വഴിയോരത്തോ ആരാരും പൂജിക്കും ആരോമൽ നീയല്ലേ, കുഞ്ഞില്ല രാജ്യത്തെ കുഞ്ഞോമൽ നീയല്ലേ. കരിമലയുടെ കാഠിന്യം പലവട്ടം താണ്ടി ഞാൻ മുകളിലെ ബിംബത്തിൽ നെയ്യായി ചേരുന്നയ്യപ്പ. നീലക്കാടിന് മുകളിലെ അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മളെ ചെറുക്കനെ ഇറക്കിയിട്ടുണ്ട്, ഭാഷേനെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മള് പോവുകയാണ്. ഡീസൽ അടിക്കുക, അപ്പുറത്ത് അടിക്കാന്ന്, അപ്പുറത്തെ പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചിട്ട് നമ്മള് കണ്ണപ്പയിലെന്ന് ഐ ലവ് യു കണ്ണപ്പ നമ്മളങ്ങനെ വിട പറയാണ്. കണ്ണപ്പയെ നമ്മൾ വിട പറയാണ്. ഡീസൽ ഫുൾ അടിക്കാൻ എടുക്കണോ? അത് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ഐ ലവ് യു കണ്ണപ്പ. കണ്ണപ്പ ടാറ്റ. അടുത്ത ചേസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ് കണ്ണപ്പേരെ വെളിയിലാണ് ഇപ്പോൾ. ഭാഷ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ ഭാഷ ഇറങ്ങി. ഭാഷയെ പണി ചെയ്തവരൊക്കെയാണ്. ടാറ്റാ. എല്ലാവരും നമ്മളെയാണ് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയത്. ഇന്ന് 3-4 വണ്ടിയായിട്ട് ഇന്ന് ഡെലിവറി ഉണ്ടായിരുന്നു. കാർത്തികൻ എന്ന് പറഞ്ഞ ഒരു വണ്ടിയൊക്കെ ഡെലിവറി ഉണ്ടായിരുന്നു. സൈഡ് പച്ച ലൈറ്റും കാര്യങ്ങളൊക്കെ. എങ്ങനെയുണ്ട് സൈഡ് ലുക്കെല്ലാം? നല്ല ബ്ലോക്ക്. ഇപ്പോൾ വണ്ടി കുറവുണ്ട്. നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറ്റാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഗായ്സ് അങ്ങനെ നമ്മളെ വണ്ടിയിൽ ഫുൾ ടാങ്ക് ഡീസൽ. കണച്ചേട്ടാ ഫുൾ ടാങ്ക് ഡീസലാണോ അടിക്കുന്നത്? ഫുൾ ടാങ്ക് ആണ്. ഇപ്പോൾ എത്ര ലിറ്ററായി? 228 ലിറ്ററായി. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ച് നമ്മളെ ചെറുക്കനെ കൊണ്ട് ഇന്നിന് നേരെ എവിടെ ആയിരിക്കും സ്റ്റേ? നമുക്ക് മൈസൂർ സ്കൈ ഷോറിൽ സ്റ്റേ ചെയ്യാം. ജയസിനെ വിളിക്കാം. റൂം എടുക്കാം. അതാണ്. അപ്പോൾ ഗായ്സ് നമ്മളെ വണ്ടിയിൽ ഫുൾ ടാങ്ക് ഡീസൽ അടിക്കുകയാണ്. 240 ആയിട്ടുണ്ട്. നമ്മളെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. വി സോഫ്റ്റിൻ്റെ ഒഫീഷ്യൽ പേജിൽ. സൈഡ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഫോട്ടോസൊക്കെ എല്ലാവരും പോയി ലൈക്ക് ചെയ്യുക ഗൈസ്. ഞാൻ കുറച്ച് മാറി നിന്ന് സൈഡ് ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. അത് ഈ സൈഡല്ല, കുറച്ചും കൂടെ അപ്പർ സൈഡാണ്. അപ്പർ സൈഡ് നമുക്ക് പോവാം. ഇതൊക്കെ എങ്ങനെയുണ്ട്? കർട്ടൻ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്യണം. ഓരോ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടതെല്ലാം കമൻറ്റ് ചെയ്യണം. നിങ്ങളെ സ്വന്തം വണ്ടിയാണ്. നിങ്ങൾക്ക് എന്ത് അഭിപ്രായം വേണോ പറയാം. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ല, അപ്പർ സൈഡേക്കാൾ ഈ സൈഡല്ലേ കുറച്ചും കൂടെ കാണാൻ എടുപ്പ്. ഈ സൈഡ് ഫുള്ള് കണ്ണാടി പറഞ്ഞതുകൊണ്ടാണ്. വീൽ കപ്പൊക്കെ എങ്ങനെയുണ്ട്? മാസല്ലേ? അപ്പോൾ ഗായ്സ് നമ്മൾ ഡീസലെല്ലാം അടിച്ചു കഴിഞ്ഞ് നമ്മളെ ചെറുക്കനെ നമ്മൾ റോഡിലോട്ട് ഇറക്കി വളച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളെ ചെറുക്കൻ എന്താ വേഗത്തിൽ കിടക്കുന്നത്. ഭാഷ ഗായ്സ് നമ്മളിനി നേരെ നമ്മളെ തിരുവനന്തപുരത്തോട്ട് ഗായ്സ് അങ്ങനെ നേരെ നമ്മൾ ഭാഷക്കകത്ത് കയറിയിരിക്കുകയാണ്. ഇതൊന്നുമല്ല, പഴശ്ശിര തന്ത്രമുറകൾ
വഴിയേ ഓരോന്നായി കയറും. അപ്പം റെക്സിന് എങ്ങനെയുണ്ട് ഗായ്സ്? റെക്സിനൊക്കെ കമന്റ് ചെയ്യും. റെക്സിന് എങ്ങനെയുണ്ടെന്ന് പറ. 2 TV ഉണ്ട് നമ്മളെ വണ്ടിയിൽ. ഫാമിലി ട്രിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും TV ഒക്കെ ഭയങ്കര ആവശ്യമുള്ളൊരു കാര്യമാണ്. ഒരു TV-യിൽ എല്ലാവർക്കും നന്നായിട്ട് കാണാൻ പറ്റില്ല. കണ്ട റെക്സിന് എങ്ങനെയുണ്ട്? ഓരോന്നായി പറയണം. TV ഇത് 1ാമത്തെ TV, 2ാമത്തെ TV ഇരിപ്പുണ്ട്. പേരെന്ത് ചെറുതായി പോയെന്ന്? നമ്മളെ മോലാളിയുടെ തലക്ക് ബുദ്ധിയില്ലേ? അതുകൊണ്ടാണ് അവൻ പേരെങ്ങനെ ആക്കിയത്. പിന്നെ നമ്മൾ മാക്സിമം വലുതാക്കി ചെയ്യാൻ പറഞ്ഞു. അവൻ ചെയ്ത് കൊണ്ടുവന്നത് ഞാൻ കണ്ണൻ ചേട്ടായി നീ 3 പേരും കൂടെ നിൽക്കണം. അവൻ ഒറ്റയ്ക്ക് അത് വാങ്ങി തിന്നണം. ഇങ്ങനെയാണ് ഉള്ള ഒരു മുതലാളി. മുതലാളി എന്ന പേരേ ഞാൻ കൊടുക്കുള്ളൂ. ഒരു ബഹുമാനം എന്ന് പറഞ്ഞ സ്ഥാനം അവന് ഞാൻ കൊടുക്കൂല. അത് ആവശ്യമില്ല. ഇത് ആവശ്യമില്ല. കണ്ടാ ഒറ്റയ്ക്ക് തിന്നേണ്ട. ഇതെന്തോന്നടാ? ഇവനെ പോലെ ലോകത്ത് ഇവൻ ഒരുത്തൻ മാത്രമേ കാണുള്ളൂ. ഇത് ഞാൻ 100% അടിച്ചു പറയാം. നമ്മള് 2 മസാല ദോശ ഓർഡർ ചെയ്ത് ഞാനും കണ്ണൻ മസാല ദോശ. ഇവിടെ മുതലാളിയുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരി തിന്നുന്ന നമ്മളുടെ ചേട്ടൻ ഇഷ്ടപ്പെട്ടാന്നേ? കൊള്ളാമോ? കുഴപ്പമില്ല. ഈ ലൈറ്റിന്റെ വെട്ടങ്ങളെല്ലാം കൊണ്ട് കറക്റ്റ് വീഡിയോ കിട്ടുന്നില്ല എനിക്ക്. കൊള്ളാമോ ചേട്ടത്? നമുക്ക് ദോശയാണ്. എനിക്കും കണ്ണൻ ചേട്ടനും. കണ്ണൻ ചേട്ടാ ദോശ മതിയാ? ഇഡലിയാ? അയ്യോ 2 ദോശ ഇറങ്ങി. ഗായ്സ് നമ്മളെ ടോള് റീചാർജ് ചെയ്യാനായിട്ട് വന്ന് നിൽക്കുകയാണ്. നമ്മളെ ചെറുക്കിൻ്റെ നമ്പർ ആയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ടോള് റീചാർജ് ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതാ നമ്മളാ മൈസൂർ റോഡ് കയറി ഫസ്റ്റ് ടോളിൽ നമ്മൾ നിർത്തിയിരിക്കുകയാണ് വണ്ടി. ലല്ലു ചേട്ടന് ടോള് റീചാർജ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റി എന്നെ പോലെ അറിഞ്ഞൂടാ. പൊട്ടനാണ്. 5ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. ലല്ലു അണ്ണാ നിങ്ങൾ എത്ര ക്ലാസ് വരെ പോയി പഠിക്കാൻ? അങ്ങനെ ഒരു നേഴ്സറി വരെ പോയിട്ടു. നേഴ്സറിയിൽ നിന്ന് നേരെ കൂലിപ്പണിക്ക് അമ്മ പറഞ്ഞത്. അങ്കമ്പാടി വരെ പോയിട്ടു. ഗൈസ് അപ്പോൾ നമ്മൾ ടോള് റീചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇതിൻ്റെ അടുത്തൊക്കെ തന്നെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യണ ആൾക്കാർ കാണുമല്ലോ. അവരുടെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. കണ്ടില്ലേ ഗൈസ്? അപ്പോൾ നമ്മളങ്ങനെ വന്ന് നിൽക്കുകയാണ്. 2 പൊട്ടന്മാരും കൂടെ ടോള് റീചാർജ് ചെയ്യണം. ആയടെ എന്തിനായി? എന്ത് എന്ത് പറ്റി? അങ്ങനെ അയക്കണ്ടോ? ഫ്രീ ആവുന്ന ഒരു ദിവസം ഈ ചായക്കടയിൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് യൂറിനൊക്കെ പാസ് ചെയ്ത് ഇനി വീണ്ടും ആ വണ്ടി എടുത്ത് ഇന്ന് നേരെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ പോയി സ്റ്റേ എടുക്കലാണ്. വേറെ പരിപാടിയൊന്നുമില്ല. പയ്യെ പൊയ്ക്കൊണ്ടിരിക്കും. ഒരാളിതാ കിടന്ന് ഉറങ്ങണം. ഉറക്കം കണ്ട നല്ല ഉറക്കം. ഓ ഗായ്സ് എന്താ തലയിൽ മൂടി? നമ്മളിപ്പോ വയനാട് ചുരമൊക്കെ ഇറങ്ങി താഴെ എത്തി ഗായ്സ്. അത് തക്കര അങ്ങനെ നമ്മളിപ്പോ അടിവാരം എത്തി. നമ്മൾ വയനാട് ചുരമൊക്കെ ഇറങ്ങി നല്ല കിടിലം വീഡിയോസൊക്കെ എടുത്ത് അടിവാരം എത്തി. ഇപ്പം ഫ്രഷപ്പ് ആവാൻ വേണ്ടി ഒന്ന് നിർത്തിയതാണ്. രാവിലെ ബാത്റൂമിലൊക്കെ പോകാൻ ഒന്ന് വണ്ടി ഒന്ന് കുറച്ച് നേരം ഇത്ര നേരം ഓടി വന്നതുകൊണ്ട് ഒന്ന് തണുപ്പിക്കാനുമായിട്ടൊക്കെ അങ്ങ് നിർത്തിയതാണ്. ഭാഷേനെ കാണിച്ചു തരാം. ഭാഷ ഇവിടെ നമ്മളാ ഇന്ത്യൻ ഓയിൽ പമ്പ്. നമ്മളാ അടിവാരം എത്തിയിട്ട് 2ാമത്തെ പമ്പ്. ഫസ്റ്റ് ഭാരത് പമ്പ്, 2ാമത്തെ പമ്പ്. പമ്പിലിട്ടൊക്കെയാണ് നമ്മളെ ചെറുക്കനെ ചേട്ടൻ തോന്നിക്കല്. നമ്മളെ ലല്ലുക്കുട്ടൻ ബാത്റൂമിൽ പോയി. അതാ ഗായ്സ് ചെറുക്കൻ എങ്ങനെയുണ്ട് രാവിലെ കാണാൻ? നിങ്ങൾക്ക് നമുക്ക് മൊത്തത്തിൽ നമുക്ക് പേര് ചെറുതായി പോയെന്നുള്ളൊരു അഭിപ്രായം നമുക്കുണ്ട്. നമ്മളെ കൂട്ടുകാരന്മാരും വിളിച്ച് പറഞ്ഞു. ഇന്നലെ രാത്രി പറഞ്ഞില്ലേ, ഇന്നലെ വണ്ടി നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. കണ്ടില്ലേ, പേര് ചെറുതായി പോയി. പിന്നെ ഞാൻ ഈ ഭാഷ മാണിക് ഭാഷയിൽ ഞാൻ കൊടുത്ത ഫോണ്ടല്ല അവിടുത്തെ അടുത്തവള് ചെയ്തുകൊണ്ട് വന്നത്. അവന് ഇതെല്ലാം കൂടെ ചെയ്തു വെച്ചിട്ട്
നമ്മളെ നാട്ടിൽ ഇതിനേക്കാളും സൂപ്പറായിട്ട് ചെയ്യണതിന് ഇത്രയും പൈസ ആവൂല, അതിനേക്കാളും വലിയൊരു എമൗണ്ടാണ് അവിടെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് അതേപോലെ പേരടിച്ചാൽ നമുക്ക് ബോധിച്ചിട്ടില്ല, ചെറുതായിപ്പോയി. സൈസ് ഉണ്ട്, പക്ഷെ നമ്മളെ ബെക്കാടീര അത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയും വലുപ്പം വന്നിട്ടില്ല ലെറ്ററിൻ്റെ ഒന്നും. അതുകൊണ്ട് നമ്മളിനി അവിടെ എത്തിയിട്ട് രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പേരെല്ലാം മാറ്റി കുറച്ച് വലിപ്പത്തിൽ നമ്മളെ ബെക്കാടി എങ്ങനെ ഇരുന്നു അതുപോലെ അടിച്ചെടുക്കും. ഈ ഫോണ്ടും മാറ്റും, വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറ്റി നമ്മളെ ബെക്കാടീര അതേ റേഞ്ചിൽ കൊണ്ടുവരും. ചേട്ടാ എങ്ങനെയുണ്ട് വണ്ടി ഓടിക്കാൻ? പൊളി. അഭിപ്രായം എന്തെങ്കിലും? പ്രകാശിനെ പറ്റിയുള്ള അഭിപ്രായം? അടിപൊളിയല്ലേ? ഇലക്ട്രീഷ്യനെ പറ്റിയുള്ള അഭിപ്രായം? ഇലക്ട്രീഷ്യനെ കിട്ടി കയ്യില്ലാത്ത പച്ചി കെട്ടി അടിക്കും. പിന്നെ ലല്ലോടെ ചീത്ത വിളിച്ച നാളെ വരെ അതെ ഭാഷ അറിയില്ലാത്തതാണ്. പിന്നെ അവർ വേറെ ചെയ്ത് എല്ലായിടത്തും കണക്ഷേട്ട് തന്നു. നമുക്ക് നാട്ടിൽ പോയിട്ട് ഇഷ്ടമുള്ളടത്ത് സപ്ലൈ മാറ്റി വേണ്ടി കൊടുക്കാം. അതേ ഉപകാരമുണ്ട്. അവൻ പൊട്ടത്തിലാണ് ചെയ്തെങ്കിലേ അതിൽ കുറച്ച് നല്ലതുണ്ട്. നമ്മള് 10 കാര്യം പറയുമ്പോ അവന്റെ തോന്നിയ മാസത്തിന് 5 കാര്യം അവൻ ചെയ്തു വയ്ക്കും. അതുകൊണ്ട് എന്താ കുഴപ്പം? എന്റെ ഓണർ പൈസ കൊടുത്തില്ല, ഓർഡർ ഒന്നാമതാക്കി. 8,250 ആയേ കൊടുത്ത് 6,000 രൂപ. നമ്മ ഓർഡർ ரொம்ப നക്കി എന്തത് മലയാളിമാര് കുറച്ച് നക്കിയാലേ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ ചേട്ടാ? എന്റെ അച്ഛന്റെ മോനല്ലേ, അങ്ങനെ തന്നെ വരുള്ളൂ. അങ്ങനെ നമ്മള് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് നല്ലോണം നിങ്ങൾ എന്തോ നോക്കാം ചേച്ചി? പൊറോട്ടയും നൂൽപുട്ടും കറി കടല. കണ്ണൻ ചേട്ടൻ പാലപ്പം. കണ്ണൻ പാലപ്പേ കഴിക്കുള്ളൂ. കണ്ണൻ ചേട്ടൻ പാലപ്പം ബജിക്കറി അല്ലേ കണ്ണൻ ചേട്ടാ? ബാജി. പിന്നെ നമ്മളെ നക്കി മോലാളിയും ബെറോട്ടയും നൂൽപുട്ടൊക്കെ വാങ്ങണുണ്ട്. പിന്നെ ഞാനും വാങ്ങിച്ചു ബെറോട്ടയും. ഇതാണ് ബജി. ഇവിടുത്തെ നമ്മളെ ഉരുളക്കിഴങ്ങ് കറിയിലെ ഒരു ബജി എന്ന് പറയുന്നത്. സൂപ്പർ. നമുക്ക് ലല്ലു ചേട്ടനിട്ട് ഒരു പണി കൊടുത്താലും. നമുക്ക് ലല്ലു ചേട്ടൻ അവിടെ നല്ല ഉറക്കത്തില്ല. നമുക്ക് നല്ല ഓറഞ്ച് വാങ്ങിച്ച് ലല്ലു ചേട്ടനെ ഉണർത്താതെ കൊണ്ട് കൊടുത്തു നോക്കാം. കൊടുക്കട്ടാ ലല്ലു ചേട്ടൻ്റെ വായില്? ഓറഞ്ചാണ്. കണ്ടി അടിച്ചു കൊടുക്കാല്ലേ? ഉറക്കാൻ ഇങ്ങനെ കിടന്നു ഉറങ്ങിക്കൂടാ. നമ്മളെവിടെ എത്തി? നമ്മൾ തൃശ്ശൂർ എത്തി. ഗായ്സ് പാമ്പിന്റെ ചെവിയുള്ള ലല്ലു നമ്മൾ പറഞ്ഞ രഹസ്യങ്ങളെല്ലാം കേട്ടു. അല്ലോണാ, ഇത് കള്ളമല്ല, സത്യമാണ്. നല്ല മധുരമുള്ളതാണ്. കഴിച്ചു നോക്ക്. സത്യം പറയണേ, ഇല്ലാത്ത പറയല്ലേ. കൊള്ളാമോ? ശേ, ഞാൻ 3 എണ്ണം എടുത്തത് പരാജയപ്പെട്ടു. പുളിപ്പായിരുന്നു. നല്ല മധുരമുണ്ട്. ഗൈസ് ഉച്ച സമയമായതുകൊണ്ട് നല്ല ചൂട്. അപ്പം അതുകൊണ്ട് ലല്ലുവണ്ണൻ കിളിങ്ങി കിടക്കുകയാണ് ഇവിടെ. ലല്ലുവണ്ണന് കഴിക്കാൻ ഞാൻ ഓറഞ്ച് കൊടുത്തു. ഗൈസ് നമ്മളെ വണ്ടീനെ പറ്റി നിങ്ങളെ അഭിപ്രായം? ഇങ്ങനെ പറഞ്ഞാൽ പറ്റൂല. അതെ, വണ്ടിയുടെ ഓണർ അഭിപ്രായം പറയാം. ഓണർ എവിടെ? അത് ഗൈസ് നമുക്ക് ഓണറെ ഒന്ന് കാണാം. ഓണറെ കോപ്പിറൈറ്റ്. വണ്ടീനെ പറ്റിയുള്ള അഭിപ്രായം? പ്രകാശ് പണി ചെയ്തതിനെ പറ്റിയുള്ള അഭിപ്രായം? പ്രകാശിനെ പണ്ടത്തോലല്ല, പണിയാക്കും ഇറങ്ങൂടാ, ഒന്നും വൃത്തിയില്ല. അതാണ് കാര്യം. നീ ഈ ചെയ്തതില് നിനക്ക് തൃപ്തിയാണോ? തൃപ്തിയില്ല. എന്തൊക്കെയാണ് നിനക്ക് തൃപ്തിയില്ലാത്ത കാര്യങ്ങൾ?
നാട്ടുകാർ കാണണേണ്, അതുകൊണ്ട് കള്ളം പറയാൻ പറ്റൂല, ഉള്ളത് പറയണം. ഫസ്റ്റ് ഒന്ന് നമ്മളെ എയർ ഡോർ നേരെ വർക്കാവില്ല. അത് നമ്മൾ ഇറങ്ങിയതിന്റെ അന്ന് തന്നെ ഗായ്സ് നമുക്ക് പൂജ കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ എയർ ഡോർ നമുക്ക് കംപ്ലൈന്റ് ആയി. ഒരു ഫിനിഷിംഗ് ഇല്ല, അത്ര തന്നെ. പൈസ വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന പണിക്കാരൻ. പൈസ ഉണ്ടെങ്കിൽ എന്ത് നടക്കും അവിടെ, അത്ര തന്നെ. ഗായ്സ് അങ്ങനെ നമ്മൾ മുതലാളിയുടെ അഭിപ്രായം ചോദിച്ചിരിക്കുന്നു. ഇനി നമുക്ക് നേരെ കണ്ണൻ ചേട്ടനിലേക്ക് തിരിയാം. അല്ല പാവം കണ്ണൻ ചേട്ടൻ വണ്ടി ഓടിക്കല്ലേ. നമുക്കിനി പൊട്ടൻ ലല്ലുവിലേക്ക് തിരിയാം. കുട്ടൻ ലല്ലുവിലേക്ക് തിരിയാം. ലല്ലു മുതലാളിയുടെ അഭിപ്രായം ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഇനി ലല്ലുവിന്റെ അഭിപ്രായം പറയും. അങ്ങനെ അഭിപ്രായം പറ, നിങ്ങളെ മനസ്സിൽ പറ. നിങ്ങൾ അവിടെ കിടന്ന് കുറെ, നിങ്ങൾ എത്ര ദിവസം ഉണ്ടായിരുന്നു പ്രകാശിന്? 18 ദിവസം ഉണ്ടായിരുന്നു ഗൈസ്. ഈ ഗ്ലാസ് നിറച്ചോട്ടെ ലല്ലു ഉണ്ട്. പറ എത്ര? 13 ദിവസം 18 ദിവസം ഉണ്ടായിരുന്നല്ലേ ഭാഷയ്ക്ക് വേണ്ടി കുടുംബം ഉപേക്ഷിച്ച് 18 ദിവസം പ്രകാശില്. അപ്പൊ നിങ്ങൾ അത്രയും ദിവസം നിന്നല്ലേ. അവിടുത്തെ പണിക്കാരും അവിടുത്തെ പണി രീതികളും എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇത് അറിഞ്ഞുകൂടാത്ത കുറെ പേരുണ്ട്. വണ്ടിക്കാർക്ക് എല്ലാവർക്കും അറിയാം. അല്ല കൊച്ചു പയ്യന്മാരുണ്ടല്ലോ പുതിയ പ്രസ്ഥാനം തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നത്, അവരൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ, പറഞ്ഞു കൊടുക്കും. ആഗ്രഹിക്കുന്നില്ല, എന്തൊക്കെയാണ് പ്രകാശിലുള്ള കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പ്രകാശിൽ നമ്മൾ പോയി നിന്നാൽ നല്ല രീതിക്ക് അവർ പണിഞ്ഞു തരും. ഇല്ലെങ്കിൽ അവരെ രീതിക്ക് അവർ പണിഞ്ഞു തരും. പിന്നെ നമുക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞ് മാറ്റാം, അങ്ങനത്തെ രീതിയൊക്കെ എല്ലാം പറയണെല്ലാം അതേപോലെ ചെയ്തു തരും. കണ്ണൻ ചേട്ടൻ മറിയ ഒന്നും ചെയ്തു തന്നില്ലല്ലോ. അങ്ങനെ പറയണതൊന്നും ലോകത്താർക്കും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. കേക്കട്ടെ, ചവിട്ടി കൂട്ടും. അതുകൊണ്ട് അവർ ചെയ്തു കൊടുത്തില്ല. ഇല്ല. പിന്നെ നമ്മൾ പറഞ്ഞതൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ അവര് ചെയ്തു തന്നു. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് നമ്മളെ ഭാഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ അഭിപ്രായം? നമ്മളെന്ത് നല്ല രീതിക്ക് പണി ചെയ്ത് തരണം, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതൊക്കെ അവർ ചെയ്തു തന്നു. നിങ്ങൾക്ക് നമ്മളെ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് റെക്സിനാണ്, പെയിന്റിംഗ് ആണ്, സീറ്റാണ്, അത് അവരെ ഫിനിഷിംഗ് ആണ്? എന്താണ് ഇഷ്ടപ്പെട്ടത്? അവരുടെ ഫിനിഷിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പെയിന്റിങ്ങിലുള്ളതാണ്. ഇതെല്ലാം കണ്ണൻ ചേട്ടൻ്റെയും ഓണർ പയ്യൻ്റെയും അഭിപ്രായമാണ്. ഇതിലൊന്നിലും ഞാൻ അഭിപ്രായം പറയാൻ പോകില്ല. എന്റെ അഭിപ്രായം, എന്നെ എന്തിനാണ് വിളിച്ചു വരുത്തിയത് അവിടെ നിന്ന്? അത് എന്നെ ആരാണ് വിളിച്ചു വരുത്തിയത്? നിങ്ങൾ എല്ലാരും കൂടെ വിളിച്ചു വരുത്തിയതാണ്. മര്യാദയ്ക്ക് ഞാൻ എന്റെ മലാക്ക് ഓടി അവിടെ മര്യാദയ്ക്ക് മിണ്ടാ നടന്നതല്ലേ. ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയില്ല. വിളിച്ചു വരുത്തിയില്ല. നിങ്ങളെ വീഡിയോ എഡിറ്റ് ചെയ്ത് തരൂലേ? നിങ്ങൾക്ക് മറ്റേ ഇത് വാങ്ങണ വീഡിയോ എഡിറ്റ് ചെയ്യണം അല്ലേ? താക്കോല് വാങ്ങണ വീഡിയോ എഡിറ്റ് ചെയ്ത് തരാം. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് തരാം. നിന്നെ വിളിച്ചു വരുത്തിയത് നിന്റെ ചേട്ടനും കണ്ണൻ ചേട്ടനാണ് ഫോട്ടോയും വീഡിയോ എടുക്കാൻ. ഗായ്സ് എന്നെ തള്ളി പറഞ്ഞ ഇങ്ങേക്ക് ഞാൻ ഇനി ഒരു വീഡിയോ പോലും എഡിറ്റ് ചെയ്ത് എടുക്കൂല. വല്ല പൊട്ട പാട്ട് കൊണ്ട് ചെയ്ത് തരുമോ നിങ്ങൾക്ക്? അത് മതിയല്ല. നമ്മൾ അങ്ങനെയൊക്കെ കണ്ടാ അങ്ങനെ നിങ്ങള് വിഷമിപ്പിച്ച് എന്നെ കയ്യിലെടുക്കാൻ നോക്കിപ്പിക്കണ്ട. ഉറങ്ങിക്കോ. കണ്ണൻ ചേട്ടൻ ചേട്ടൻ വളരെ ബിസിയിലാണ്. അതുകൊണ്ട് കണ്ണൻ ചേട്ടൻ നമ്മള് ശല്യപ്പെടുത്താൻ പാടില്ല. കണ്ണൻ ചേട്ടന്റെ അഭിപ്രായം, കണ്ണൻ ചേട്ടൻ രാവിലെ കുറച്ച് സംസാരിച്ചു പെട്രോൾ പമ്പിൽ വെച്ചല്ലേ കണ്ണൻ ചേട്ടാ? തീരെ അങ്ങനെ അഭിപ്രായം പറഞ്ഞ് കൊളാക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പ്രകാശ് ആവശ്യത്തിന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് വണ്ടികളൊക്കെ വരുന്നത് കൊണ്ട് അവർക്ക് എല്ലാം കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. 1, 2, 3, 4 ഒന്നും അല്ല, 50, 100 ഒക്കെയാണ് വണ്ടികൾ അവിടെ ഒരു ദിവസം പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും റിസ്ക് ഉണ്ട് അവർക്ക് അവിടെ. അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ചില കാര്യങ്ങൾക്ക് വരും. നമ്മളത് വിട്ടുവീഴ്ചകള് തയ്യാറാകുക. നമുക്ക് നമ്മളെ നാട്ടിൽ ചെന്നല്ലേ കാണും ചേട്ടാ, നമ്മളെ നാട്ടിൽ ചെന്ന് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് പല കാര്യങ്ങളും ചേഞ്ച് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. നമ്മളെ മിക്ക 80% ബസ്സുകളും പ്രകാശിന്ന് പൂജ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ ആ പ്രകാശം എന്ന് പറയുന്ന വാതിൽ ഒരിക്കലും കാണില്ല അല്ലേ കാണാൻ ചേട്ടാ? പിന്നെ ആ വണ്ടി ഒരിക്കലും കാണൂല. അപ്പം അല്ലറ ചില്ലറ ചെറിയ പണികളും എല്ലാം ആകെ നമ്മളെ നാട്ടിലുള്ള വർക്ക്ഷോപ്പിൽ നിന്നും അറിയാവുന്നവരിലേക്കൊക്കെ കൊടുത്താണ് ചെയ്യണത്. അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ഫിനിഷിങ് അല്ലാന്ന് തോന്നാനൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എന്തൊരു നിങ്ങൾക്ക് എന്തെന്ന് കോളേജ് കാണുമ്പോ നിങ്ങൾക്ക്
ഇളക്കം തന്നെ. കല്യാണം കഴിയാത്ത എല്ലാം ഇങ്ങനെ തന്നെ. കോളേജ് കാണുമ്പോ ഇളക്കം തന്നെ. ഗായ്സ് എന്നെ ചീത്ത വിളിക്കുന്നു ഗായ്സ്. ഈ പാമ്പിന്റെ ചെവിയുള്ള ടവർ വിളി എന്നെ ചീത്ത വിളിക്കുന്നു ഗായ്സ്. മെഡിക്കൽ കോളേജ് വന്നോ? അതില് കോളേജ് വന്നാൽ കോഴിയായിട്ട് നിങ്ങൾ ചോദിക്കും. അയ്യോ കോഴിയൊന്നുമല്ല, നമ്മളെ നെല്ലുകൊണ്ട പാവണേ. അപ്പൊ നമ്മള് തൃശ്ശൂർ കയ്യിൽ തെക്കോണ്ടിരിക്കുകയാണ്. അകത്ത് വീഡിയോ കാണിച്ചു കൊടുക്കാം. സെറ്റ് കയറുന്നുണ്ട്. അത് കാണിച്ചു. സെറ്റ് വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ളതാണ് ഈ പോർഷൻ. സെറ്റ് വർക്ക് കഴിയുമ്പോൾ ഇവിടെ ക്യാബിൻ വരും. കണ്ണൻചാട്ടന്റെ പ്രത്യേക അഭിപ്രായ പ്രകാരം നിങ്ങൾ കാണിച്ചു തന്നതാണ്. കണ്ണൻചാട്ടൻ നല്ല ചവിട്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ എത്തിക്കാനായിട്ട്. കുറെ ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പം വീട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ആ വന്നു ചെമ്പമൊക്കെ രതീഷേ. അങ്ങനെ നമ്മൾ അവിടെ നേരെ ഓടി വന്ന് എറണാകുളത്ത് തൃപ്പൂണിത്തറ എത്തിയതിന് ശേഷം നമ്മളെ വണ്ടി ജിങ്കി എ സി ഫിറ്റ് ചെയ്യാനായിട്ട് കൊടുത്ത്. ഇവിടെ സീനിയാറിറ്റി ഉണ്ട്, നല്ല തിരക്കാണ്. അപ്പം നമ്മളെ വണ്ടി 3 ദിവസത്തിനകത്ത് തരാനാണ് പറയുന്നത്. ആ ഭാഷേനെ 3 ദിവസം കഴിയുമ്പോൾ ഭാഷ ഇറങ്ങുമായിരിക്കും. ഇവിടെ നല്ല തിരക്കായതുകൊണ്ട് 3 ദിവസം ഇവർ പറയണത് വിശ്വസിക്കാമോ എന്ന് അറിഞ്ഞൂടാ. നമ്മളെ ഭാഷ കിടക്കുകയാണ്. ഒരുപാട് വണ്ടികൾ വേറെയും ഉണ്ട്. എ സി കയറ്റാൻ വേണ്ടി വന്നതാണ്. ഇവിടെ യൂണിറ്റ് കുറവെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എ സി കയറ്റാൻ വേണ്ടി ഡിലേ ആവും. യൂണിറ്റ് കുറവായതുകൊണ്ട് എല്ലാ വണ്ടിക്കുള്ളത് തികയൂല. ഇപ്പോൾ 3 ദിവസത്തിനകത്ത് അവർ തരാമെന്ന് പറയാണ്. എന്നാലും നമുക്കൊരു വിശ്വാസക്കുറവ്. ഈ രജിസ്ട്രേഷനും കാര്യങ്ങളും ബാക്കി അതിൻ്റെ സെറ്റ് വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ജനുവരി തൊട്ടെങ്കിലും ഓടി തുടങ്ങണ്ടേ ഭാഷ. അപ്പം അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് ചിലപ്പോൾ ഇന്ന് ഭാഷയെ കൊണ്ടുപോകും, ചിലപ്പോൾ ഇന്ന് ഇവിടെ ഇട്ടിട്ട് എ സി ചെയ്തതിന് ശേഷം എടുക്കാനായിട്ട് വരും ഭാഷേനെ. വേറെ ഒരുപാട് വണ്ടികളുണ്ട്. അതിൻ്റെ ബാക്കിലോട്ടൊക്കെ കിടക്കുകയാണ്. അതിൻ്റെ ബാക്കിലോട്ട് പിന്നെ ഇതിനകത്താണ് അവർ ചെയ്യണത്. അതിനകത്തും കിടക്കുകയാണ്. കാവിലിൻ്റെയൊക്കെ വണ്ടി കിടപ്പുണ്ട്. കാവിൽ കൊടുത്ത വണ്ടി കിടപ്പുണ്ട് ഐഷറിൻ്റെ. അപ്പം കണ്ണൻചേട്ടാ, എന്താണ് കണ്ണൻചേട്ടാ ഇന്ന് ഇറങ്ങൂ? എങ്ങനെയാണ് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണോ അതാ എനിക്ക് ബസ് യാത്ര എനിക്ക് തീരെ ശരിയാകത്തില്ല. കണ്ണൻചേട്ടൻ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ബാത്റൂമിൽ നിന്ന് കുളിച്ച് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ രാത്രി തൊട്ട് ഓടി മുഷിങ്ങി. ഞാൻ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, നോക്കാം ട്രെയിൻ കിട്ടുമോ. ഏറെ ട്രെയിനിൽ ഞാൻ നോക്കി. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നേരെ എറണാകുളത്ത് ട്രെയിനിൽ പോയി അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ട്രെയിൻ കിട്ടും നോക്കാം. അല്ലെങ്കിൽ ഇന്നിവിടെ സ്റ്റേ എടുത്ത് നാളെ രാവിലെ എങ്ങനെ പോവാം. എനിക്ക് രാവിലെ ഓട്ടോ ഉണ്ട് 12-ന്. ഒരു ദിവസം ഞാൻ എത്തി വീട്ടിൽ നിന്ന് കേട്ടു. കർട്ടൻ എങ്ങനെയുണ്ട് ഗൈസ്? നമ്മളെ കർട്ടൻ എങ്ങനെയുണ്ട്? കർട്ടൻ്റെ കളറ് ആണ് ഇത്. എന്തോ കളർ അത് മാത്രം പറയാൻ വേണ്ടി പറയുന്നത്. ഇതിപ്പോൾ ഇതിലിപ്പം വെട്ടം നല്ലതായിട്ട് നിൽക്കുന്നതുകൊണ്ട് അത് കാണാൻ പറ്റുന്നില്ല. നമ്മളെ വീൽ കപ്പ് എങ്ങനെയുണ്ടെന്ന് പറയണേ, അത് എനിക്ക് ഇഷ്ടപ്പെട്ട്. അതുകൊണ്ടാണ് ഞാൻ 1-2 വട്ടം കാണിച്ചത് വീൽ കപ്പ്. പിന്നെ ഭാഷയുടെ ഓവറോൾ ലുക്കിൻ്റെ പറ്റി കമൻറ്റ് ചെയ്യണം. ഇതോ 2 ചൊക്കന്മാരവിടെ നിൽക്കുന്നുണ്ട. തീരുമാനമാക്കിയല്ലേ കണ്ണൻചേട്ടാ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. കൂട്ടാ ബൈ. നമ്മൾ പോയിട്ട് 3 ദിവസം കഴിഞ്ഞ് വരാം. നീ ഇവിടെ സന്തോഷപൂർവ്വം നല്ല ചെറുക്കനായിട്ടിരിക്കണം കേട്ടോ. വണ്ടി നമ്മൾ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് വന്ന് എടുക്കും. നമ്മളെ ഭാഷ കിട്ടും കിടക്കുന്നത്. നമ്മളെ ഭാഷ നമ്മൾ ഇവിടെ ജിങ്കിയിൽ എ സി ചെയ്യാൻ വേണ്ടി ചെറുക്കനെ ഇവിടെ ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ പോകുന്നു. അവർ 3 പേരും പോണ്, ഞാനും അതിൻ്റെ ബാക്കിൽ നിന്ന് പോണ്. പിന്നെ കണ്ണൻചേട്ടാ എനിക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ തോന്നണം, വാങ്ങിച്ചു തരൂ. വാങ്ങുന്നുണ്ട്. എൻ്റെ വിളി കണ്ണൻചേട്ടൻ കേട്ടു. എനിക്ക് വേണം ഐസ് കൂട്ടി. ലല്ലു ബായ്. ഇന്നത്തേക്ക് നമുക്ക് കരിമ്പ് ജ്യൂസ് കുടിച്ച് പിരിയാം. പറയും. രാത്രി കഴിച്ചില്ല. കുളിച്ചുമില്ല. അതെന്താ കണ്ണൻചേട്ടൻ കുളിച്ചു.
ഒന്ന് ഞാൻ, ഒന്നെന്റെ ലാല്, ഒന്നെന്റെ വീട്. കിട്ടില്ല. എന്നാ ഞാൻ കുളിക്കാൻ പറ്റുന്ന ലല്ലോണ പിന്നെ കുളിക്കും. ലല്ലോണ റീബോക്കിന്റെ തൊപ്പിയൊക്കെ വെച്ച് സ്റ്റൈലിലാണ്. ലല്ലു ബായ് കണ്ടാ ഇത് നിങ്ങളെ മോന്റെ വാച്ചല്ലേ? നിങ്ങൾ മോന്റെ വാച്ചല്ലേ? ഇടത്തല്ലേ ആ ചെറുക്കൻ ആദ്യം കാണണമെങ്കിൽ അവൻ നിങ്ങളെ വെട്ടും. ചെറുക്കന്റെ വാച്ച് എടുത്ത് കെട്ടിക്കൊണ്ട് നടക്കുന്നത് പൊട്ടായി. അപ്പൊ ഗായ്സ് നമ്മള് കരിമ്പ് ജ്യൂസ് വാങ്ങി കുടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഗായ്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.